മിഷൻ ഹിന്ദി ലേണിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകളാണ്. ചെയ്തു കഴിഞ്ഞ കാര്യങ്ങൾക്ക് ഹിന്ദിയിൽ പറയുന്നത് ഥ എന്നാണ്. ഥ, ഥേ, ഥി. ആയിരുന്നു, ആണ് എന്നാണ് അർത്ഥമുള്ളത്. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ് പാസ്റ്റ് ടെൻസ്. അത് ഥ, ഥേ, ഥി എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മേം വിവാഹിത് ഥ, ഞാൻ വിവാഹിതനാണ്. സ്ത്രീലിംഗമാണെങ്കിൽ മേം വിവാഹിത് തി എന്ന് പറയും. മേം ശാകാഹാരി ഥ, ഞാൻ സസ്യബുക്കാണ്. പച്ചക്കറി മാത്രം കഴിക്കുന്നവരെയാണ് സസ്യബുക്ക് എന്ന് പറയുന്നത്. മേം മാംസാഹാരി ഥ, ഞാൻ മാംസബുക്കാണ്. മാംസാഹാരി, മാംസബുക്ക് എന്ന് പറഞ്ഞാൽ നോൺ കഴിക്കുന്ന ആൾക്കാരെയാണ് പറയുന്നത്. ശാകാഹാരി എന്ന് പറയുന്നത് സസ്യബുക്ക്, അത് വെജിറ്റേറിയൻ. മാംസാഹാരി എന്ന് പറഞ്ഞാൽ നോൺ വെജുകാരിയാണ് പറയുന്നത്. യഹ് സരൾ ഥ, ഇത് എളുപ്പമാണ്. സരൾ എളുപ്പം. സാധാരണ നമ്മൾ പറയുന്നതാണ് യഹ് സരൾ ഥ, ഇത് എളുപ്പമാണ്. യഹ് കഠിൻ ഥ, ഇത് പ്രയാസമാണ്. കഠിൻ പ്രയാസം. യഹ് അസംഭവ് ഥ, ഇത് അസാധ്യമാണ്. സാധ്യമാണ് എന്ന് പറഞ്ഞാൽ സംഭവ്. അസംഭവ് അസാധ്യം. മേം തയ്യാർ ഥ, ഞാൻ തയ്യാറാണ്. ഇത് സ്ത്രീലിംഗമാണെങ്കിൽ മേം തയ്യാർ ഥി. മേം തയ്യാർ നഹീൻ ഥ, ഞാൻ തയ്യാറല്ല. സ്ത്രീലിംഗമാണെങ്കിൽ മേം തയ്യാർ നഹീൻ ഥി എന്ന് പറയും. മേം അകേല ഥ, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അകേല ഒറ്റയ്ക്ക്. മേം ജൽദി മേം ഥ, ഞാൻ തിരക്കായിരുന്നു. ജൽദി വേഗത്തിൽ അല്ലെങ്കിൽ തിരക്കായിരുന്നു. ഖാന കൈസാ ഥ, ആഹാരം എങ്ങനെയുണ്ട്. ലേൽ എങ്ങനെ ഉണ്ടായിരുന്നു. ഖാന ബഹുത്ത് തീഖാ ഥ, ആഹാരം വളരെ എരിവുള്ളതാണ് അല്ലെങ്കിൽ മസാലയാണ്. സ്പൈസി എന്നൊക്കെ പറയും. തീഖ. ക്യാ സംശയ ഥ, എന്ത് പ്രശ്നമായിരുന്നു. സംശയ പ്രശ്നം. ക്യാ സമാധാൻ ഥ, എന്ത് പരിഹാരമാണ്. സമാധാൻ പരിഹാരം. സമാധാൻ സൊല്യൂഷൻ, പരിഹാരം. സമസ്യ പ്രോബ്ലം, അത് പ്രശ്നം. മകാൻ ബഡാ ഥ, വലിയ വീടാണ്. മകാൻ വീട്, കെട്ടിടം. ദർവാസ ഖുലാ ഥ, വാതിൽ തുറന്നിരുന്നു. ഖിഡ്കി ഖുലി ഥി, ജന്നൽ തുറന്നിരുന്നു. ദർവാസ എന്ന് പറയുന്നത് പുല്ലിംഗവും ഖിഡ്കി എന്ന് പറയുന്നത് സ്ത്രീലിംഗവുമാണ്. കമര സാഫ് ഥ, മുറി വൃത്തിയുള്ളതായിരുന്നു. കമര മുറി, സാഫ് വൃത്തിയുള്ള. വഹാം ബഗീച്ച ഥ, അവിടെ പൂന്തോട്ടം ഉണ്ടായിരുന്നു. ബഗീച്ച പൂന്തോട്ടം, ഗാർഡൻ. ഫൂൽ ലാൽ ഥ, ചുവന്ന പൂവായിരുന്നു. ഫൂൽ പുഷ്പം, ലാൽ റെഡ് ചുവപ്പ്. മൗസം ബദൽ രഹാ ഥ, കാലാവസ്ഥ മാറിക്കൊണ്ടിരുന്നു. മൗസം കാലാവസ്ഥ, സീസൺ. ബദൽന മാറുക, രഹാഥ മാറിക്കൊണ്ടിരുന്നു. മേം ഖുശ് ഥ, ഞാൻ സന്തോഷവാനാണ്. ഖുശ് സന്തോഷം. മേം ഉദാസ് ഥ, ഞാൻ ദുഃഖിതനാണ്. ഉദാസ് ദുഃഖം. ഖുശിൻ്റെ ഓപ്പോസിറ്റാണ് ഉദാസ്, സന്തോഷം, ദുഃഖം. മേം ഥക്കാ ഥ, ഞാൻ ക്ഷീണിതനാണ്. ധക്ക ക്ഷീണം, ടയേർഡ്. മേം ചിന്തിത് ഥ, ഞാൻ ആലോചിക്കുകയാണ്. ചിന്തിക്കുക, ആലോചിക്കുക. മേം ഗുസ്സ ഥ, ഞാൻ ദേഷ്യത്തിലാണ്. ഗുസ്സ ദേഷ്യം, ആംഗ്രി. ക്യാ പ്രശ്ന ഥ, എന്ത് ചോദ്യമാണ്. പ്രശ്ന ചോദ്യം. ക്യാ ഉത്തർ ഥ, എന്തുത്തരമാണ്. ഉത്തർ ആൻസർ, ഉത്തരം. പ്രശ്ന ചോദ്യം, ഉത്തർ ഉത്തരം, ഇത് ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. ആപ്കാ ഉത്തർ സഹി ഥ, താങ്കളുടെ ഉത്തരം ശരിയാണ്. സഹി ശരിയാണ്. സഹിയുടെ ഓപ്പോസിറ്റ് ഗലത്, ശരി തെറ്റ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.